ഹലോ, ദേവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ അല്ല, നമ്മളിതിൻ്റെ ഷോർട്സ് വീഡിയോ മുന്നേ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ പനീർ റെസിപ്പിയാണ്, ഫ്രൈഡ് പനീർ റോസ്റ്റ്. അത് മിനി പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പനീർ മിൽമയുടെ ഒരു മിനി പനീർ പാക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത്രയും ക്വാണ്ടിറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പാക്കിൽ ഇത്രയും പനീറാണ് ആ ചെറിയൊരു പാക്കറ്റിലുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക, സ്വല്പം മല്ലിപ്പൊടി. ഒക്കെ കൈയളവാണ് കേട്ടോ, ഓരോരുത്തരുടെ. എനിക്ക് കൈയളവാണ് എല്ലാവരും, കൃത്യമായിട്ട് കണക്കില്ല. ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ. ഇനി കോൺഫ്ലവറാണ്, അത് ആവശ്യത്തിന് നമ്മുടെ പനീറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര അളവാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 2-3 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കും. ഇനി ഒരു മുട്ടയും പൊട്ടിച്ച് വയ്ക്കും. ഒരു മുട്ട, ഇത്രയും അളവിന് കേട്ടോ. ഒരു മുട്ട അളവ് കൂടുന്നതിനനുസരിച്ച് 1, 2, 3 മുട്ടയൊക്കെ ചേർക്കാം. നന്നായി കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കും. നന്നായി ഇളക്കി മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന തരത്തിൽ യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കും. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, ക്യാപ്സിക്കം, ഗ്രീൻ കളറാണ്, മുളക്. നമുക്ക് റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, റെഡും യെല്ലോ ഒക്കെ എടുക്കാം. മല്ലിച്ചപ്പ്, കറിവേപ്പില, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇത്രയും സാധനങ്ങൾ. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അധികം വെക്കേണ്ട ആവശ്യം, അധികം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട സമയം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ക്രിസ്പി പരുവത്തിലേക്ക് നന്നായി നമ്മുടെ പനീർ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പില, മല്ലിച്ചപ്പ്, സവാള നന്നായി സോട്ട് ചെയ്തിട്ട്, പിന്നെ ക്യാപ്സിക്കും മുളകും ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇട്ട് കൊടുക്കാം, ഒക്കെ 1/2 കുക്ക് മതിയാവും കേട്ടോ. നന്നായി കുക്കാവേണ്ട ആവശ്യമില്ല. അതിലേക്ക് സ്വല്പം മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി,
ഗരം മസാലയുടെ പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതും കൂടിയും ഇടണം. സ്വല്പം ഉപ്പ് ആവശ്യത്തിന് മതി. നമ്മൾ പനീറിൽ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ള അത് നോക്കി ഇടാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലപ്പൊടി എല്ലായിടത്തും പച്ചക്കുത്ത് മാറി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂൺ സോയാ സോസാണ് ഇപ്പോൾ ചേർത്തത്. ഇനി മറ്റേ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് കുറേശ്ശെ, അതൊരു 2-3 ടീസ്പൂൺ. എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതേ കണ്ടോ ഈ ഒരു പരിവം ആവണം. കളറൊക്കെ ഒന്ന് മാറി ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നമ്മൾ എല്ലാ മസാലയും പിടിച്ചത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മുടെ പനീർ അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സ് മുകളിലേക്ക് വെതറി കൊടുക്കാം. ഓപ്ഷനിലാണ്, ഞാനിവിടെ വെതറി കൊടുക്കുന്നുണ്ട്. കണ്ടോ നമ്മുടെ പനീറിലേക്കൊക്കെ മസാല പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് നല്ല ഭംഗിയിൽ സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സിമ്പിൾ പനീർ ഫ്രൈഡ് റോസ്റ്റ്.